നീ ഇതെവിടെ പോയി? ഇതെന്താണ് കയ്യില് ഫയലും രേഖകളും ഒക്കെ? ഇനിയിപ്പോ പഴയതുപോലെ കറങ്ങി നടക്കാനൊന്നും പറ്റില്ലല്ലോ, ഉത്തരവാദിത്തങ്ങളൊക്കെ ആയില്ലേ താത്ത. എന്താ ഭാര്യ പ്രസവിച്ചോ? താനിപ്പോ അല്പൻ അർത്ഥം കിട്ടിയ പോലെ. പാവം കോവാലം മോലാളി മോളുടെ മനസ്സടിച്ചു മാറ്റിയവരെ ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഇനി അറിഞ്ഞാലുള്ള ഭൂകമ്പം ഓർക്കുമ്പോഴാ. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, പവിത്രമായ ഈ ബന്ധം കെട്ടിൽ അവസാനിക്കും. പക്ഷേ താലികെട്ടിലല്ലെന്ന് മാത്രം. പിന്നെ വേറൊരു കെട്ട്, ആൽത്തറക്കെട്ട്. നമ്മളന്ന് കോഴി മോട്ടിക്കാൻ ചെന്ന് പിടിക്കപ്പെട്ടപ്പോ നമ്മളെന്ന് കെട്ടിയിട്ടില്ലേ, അതുപോലെ അതേ ആൽത്തറയിൽ വീണ്ടും ഒരു മഹാദുരന്തം കൂടെ സംഭവിക്കാൻ പോകുന്നടാ. എന്നെ സംബന്ധിച്ചിടത്തോളം ഇനി എന്ത് പ്രതിബന്ധങ്ങളും എനിക്കൊരു പ്രശ്നമല്ല. കാറ്റിന്റെ നിഴലും പെണ്ണിന്റെ മനസ്സും പുരുഷന്റെ ഭാഗ്യവും ആർക്കും തിട്ടപ്പെടുത്താൻ പറ്റില്ലെന്നാ ചൊല്ല്. അത് നിന്റെ കാര്യത്തിൽ 100% ശരിയാ. എത്ര ഈസി ആയിട്ടാ നീ ഞങ്ങളുടെയൊക്കെ ബോസായത്. ബോസും മണ്ണാങ്കട്ടൊന്നും എനിക്കാവണ്ട. സ്വത്തും പണവും കണ്ടിട്ടൊന്നുമല്ല ഞാൻ അവളെ സ്നേഹിച്ചത്. ഗോപാലൻ മുതലാളിയുടെ സീമന്തപുത്രിയെ പെണ്ണ് കെട്ടുന്നവൻ ഒരു നിസാരക്കാരനാകരുത് എന്നെനിക്ക് നിർബന്ധമുണ്ട്. സത്യത്തിൽ സ്വന്തമായ ചില പദ്ധതികളൊക്കെ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്ത് പദ്ധതി? ഇത് കണ്ടോ, പ്രോജക്ട് റിപ്പോർട്ട്. പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനത്തിലാണ് ഞാനിപ്പോൾ. നീ കാര്യം എന്താന്ന് പറയണേ? ഒരു പോൾട്രി ഫാം. അയ്യേ, കോഴി വളർത്തൽ കേന്ദ്രോ? എന്താ ഇഷ്ടമില്ല? നിനക്ക് വേറെ ഒരു പണിയും കിട്ടിയില്ലേ? വല്ല കമ്പ്യൂട്ടർ കോഴ്സ് തുടങ്ങേണ്ടതിന് വരെ കോഴി വളർത്തൽ കേന്ദ്രം. കോഴിന്ന് കേൾക്കുമ്പോ തന്നെ പേടിയാവുക. നീ ഇപ്പൊ അതിനെ ഒന്നായിട്ട് കൂട്ടിലാക്കാൻ പോവാ. എന്തൊരു വിരോധാഭാസം. ഇനിയിപ്പോ എന്തായാലും ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. ഏതായാലും തീരുമാനിച്ച സ്ഥിതിക്ക് ഞങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. നീ കോഴിക്കൃഷി നടത്തി ഭാവിയിൽ വലിയൊരു കോഴി മുതലാളിയായി തീരട്ടെ. അങ്ങനെ നാട്ടുകാർക്കിടയിൽ നീ കോഴിമുരളി എന്നറിയപ്പെടട്ടെ. ആശംസകൾ. വൃത്തിയട്ടവനെ. സൈറ്റ് ഫോർ മുരളീസ് പൗൾട്രി ഫാം. ഉഗ്രനായിട്ടുണ്ട്. ഇനി എന്താ വേണ്ടേ? ഇനി ഒരു 50,000 രൂപയെങ്കിലും നെറ്റ് ക്യാഷ് കൈ വേണം. ബാക്കിയെല്ലാം ഓക്കെ. ഇന്നത്തെ കാലത്ത് 50 മണീസ് ഒക്കെ ഒരു പ്രശ്നമാണോ? എന്താ തരപ്പെടുത്താൻ പറ്റൂ? സോറി, ഞാൻ അല്പം ടൈറ്റാണ്. എപ്പോഴാ ലൂസ് ആവുക? എടോ, കക്ഷത്തിൽ ഈ ഡയറിയും വെച്ച് നടക്കാൻ തുടങ്ങിയിട്ട് കുറെ ആയല്ലോ. അല്ല, തനിക്കൊരു മാസം എന്ത് കിട്ടും? പെണ്ണിന്റെ വയസ്സും ആണിന്റെ വരുമാനവും പുറത്തു പറയുന്ന, എന്നാലും താനായതുകൊണ്ട് ഞാൻ പറയാം, ഒരു 10,000 എല്ലാ മാസവും ഞാൻ ഏൺ ചെയ്യും. ഈ 10,000 എന്ന് ഉദ്ദേശിച്ചത് 10,000-ന്? അതെ, എന്താ സംശയം? സംശയമൊന്നുമില്ല, പക്ഷെ അതിനൊരു 0 ഞാൻ എടുക്കും. എടുത്തോ. അപ്പൊ 1000? അയ്യോ, അത് പോരാ, അത് പോരാ. എങ്കിൽ 1ന്റെ സ്ഥാനത്ത് 2 ചേർത്ത് നമുക്കതിന് 2000 എന്ന് വിളിക്കാം. അതുപോരെ വിശാലാക്ഷ? അത് പോരാ മുരളി, 3000 ഒന്നെങ്കിലും വിളിക്കണം. കാമുകിയെ ഇംപ്രസ് ചെയ്യിക്കാൻ പറയുന്ന കള്ളക്കണക്കുകളൊക്കെ എന്നോട് പറയരുത്, മനസ്സിലായോ? അല്ല, തന്റെ പ്രേമമൊക്കെ ഏതുവരെ? വിധിയുള്ളവന് എന്നായാലും നിധി കിട്ടുമെന്ന് വിശ്വസിക്കുന്നവനാണ് ഞാൻ. പ്രേമത്തിന് കണ്ണില്ല കാതില്ല എന്നൊക്കെ കേട്ടിട്ടുണ്ട്, പക്ഷെ ശരീരവും ആവശ്യമില്ലെന്ന് ഇപ്പഴാ മനസ്സിലായി. കുഞ്ചു ഇപ്പൊ എങ്ങനെ? കഴുകാൻ ഒരുപാട് മുഖവും ചീകാൻ അല്പമാത്രം മുടിയുമുള്ള ആ കഷണ്ടിക്കാരനാണ് ഞങ്ങളുടെ ബന്ധത്തിന് മുന്നിൽ ഏറ്റവും വലിയ ചോദിക്കുന്നത്. എന്നാൽ ഈ ആശ്ചര്യ ചിഹ്നത്തിന് ഒഴിഞ്ഞു മാറി നിൽക്കാതെ നേരിട്ട് കുഞ്ചുനോട് എന്ന് പറഞ്ഞൂടെ? എന്താ തല്ലൂന്നുള്ള പേടിയാ? ഏയ്, പേടിയൊന്നുമില്ല. ഈ ശരീരം കണ്ടാലേ അങ്ങനെ ഒരു സാഹസത്തിന് ആരും മുതിരില്ല. എടോ, വത്സലെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണെന്ന് നേരിട്ട് എന്ന് പറ. കാമുകിക്ക് ഭാര്യയാവാൻ സമ്മതം, പക്ഷെ ആങ്ങളെ അളിയനാവാൻ വയ്യ. ആ സമ്പ്രദായം ശരിയല്ലല്ലോ. ഇതിന്റെ പേരിൽ എന്തൊക്കെ സംഭവിച്ചാലും ഞാൻ നേരിട്ട് എന്ന് ഏറ്റുമുട്ടാൻ തന്നെ തീരുമാനിച്ചു. ആഹാ,